ഹലോ കുട്ടികളെ, നമ്മളിന്നൊരു യാത്രയാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, ഇവിടെ അടുത്ത് വരെ തന്നെ. ഇവിടെ ഭയങ്കര മഴയാണ് കേട്ടോ. ഈ മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ വന്ന് വെള്ളം ഇങ്ങനെ പൊങ്ങി കയറും കേട്ടോ. വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നിറച്ച് വെള്ളം കെട്ടും. അത് അടുത്ത് വെയിൽ വരുമ്പോൾ തന്നെ വെള്ളം അങ്ങനെ പോവും. അതാണ് ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഈ മഴ വരുമ്പോൾ തന്നെ ഇവിടെ എവിടെയാ ഇതുപോലെ ഓടയിലൊക്കെ കെട്ടി നിന്ന് നിറച്ച് കൊതുകാണ് കേട്ടോ. കൊതുക് തന്നെ. അങ്ങനെ ഈ കൊതുക് പരത്തിയ പനി ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഇവിടെ വയ്യായിരുന്നു, ടൈഫോയിഡായിരുന്നു. ഇപ്പോൾ ഇന്നിതാ റെഡിയായി വരുന്നതേ ഉള്ളൂ. ഇത് പിന്നെ ദുർഗാപൂജയ്ക്കുള്ള വിശേഷമാണ് കേട്ടോ. ബിനാ മന്ദിർ നിങ്ങൾ കണ്ടു കാണും. അവിടെ എല്ലാം നല്ല ഡെക്കറേഷൻസൊക്കെ അവർ കെട്ടിക്കൊണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഓരോരോ കാര്യങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയധികം ദിവസമില്ല. അതിൻ്റെ വ്ളോഗ്സ് എല്ലാം ഞാൻ കയ്യോടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങളെന്നെ ഫോളോ ചെയ്യണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചിരിക്കണേ, മറക്കരുത്. ഇത് വിശ്വകർമ്മ പൂജയുടെ ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിഗ്രഹം എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. നമ്മൾ അവിടെ ഹസ്ബൻഡിൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് അവിടത്തേക്ക് പൂജയ്ക്ക് വേണ്ടി വിഗ്രഹം നോക്കി പോയതാണ് കേട്ടോ. അടിപൊളി പ്ലേസാണ് കേട്ടോ. ഫുൾ നിറച്ച് വിഗ്രഹങ്ങളാണ്. ഇവിടുത്തെ ഓരോ മോഡലിലും ശില്പങ്ങളും അങ്ങനെയൊക്കെ ആയിരുന്നു. അടിപൊളിയായിരുന്നു. അവർ ഇത് ചെയ്യുമ്പം തന്നെ അതിൽ വന്നിട്ട് കംപ്ലീറ്റ് ആർട്ട് വർക്ക് എല്ലാം കൊടുത്ത് നല്ല ഇതാണ് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നതും ഏറ്റവും കൂടുതലായിട്ട് യഥാർത്ഥമായിട്ട് ഈ പുലി വന്ന് നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ. നമ്മൾ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇത് എന്തോ ഇതിൻ്റെ ആചാരത്തിൻ്റെ ഇതിലെന്തോ ഒരു ഐതിഹ്യ കഥയിലാണ് കേട്ടോ. എനിക്കങ്ങനെ കൂടുതലൊന്നും അങ്ങനെ അറിയത്തില്ല. നമ്മൾ ഇനി ഒരു യാത്രയും കൂടി പോകുന്നതായിരിക്കും. ഇതിപ്പോൾ ചേട്ടൻ മാത്രം പോയി എടുത്തിട്ട് വന്ന വീഡിയോ ആണ് കേട്ടോ. അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൂടാ. നമ്മളിനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പോവും. നമ്മളൊരു ദിവസം പോയതിന് ശേഷം എടുക്കും കേട്ടോ. ഇതാണ് കേട്ടോ ഇവരെടുത്തത് വിഗ്രഹം. ഇവരിത് റെൻ്റ് എടുത്തുന്ന വിഗ്രഹം ഇതാണ്. ഇതുപോലെ തന്നെ കണ്ടോ ഒരുപാട് പേര് വന്ന് ഇതുപോലെ എടുത്തിട്ട് പോകും കേട്ടോ. ഇവരുണ്ടാക്കി വയ്ക്കും. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷ്ണനെ വാങ്ങിക്കില്ല, അതുപോലെയാണ് അവരിവിടെ ഓരോ പൂജയ്ക്കും ഓരോ വിഗ്രഹങ്ങളായിട്ട് വാങ്ങിക്കുന്നത് കേട്ടോ. ഓരോന്നിൻ്റെ ഫിനിഷിങ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറയുന്നതൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ അത്ര റേറ്റും ഇവിടെ അങ്ങനെ വരുന്നില്ല കേട്ടോ. ഇവിടെ ഉള്ളവർ തന്നെ നാട്ടിൽ വരുമ്പോഴത്തേക്കും ഇതിന് ഇരട്ടി റേറ്റ് വരും. കാരണം എന്ന് വെച്ചാൽ ഇവരിവിടെ നിന്ന് ചാർജൊക്കെ മുടക്കി അങ്ങ് വരണേൻ്റെ ആ ഒരു റേറ്റാണ്. പക്ഷേ ഇവിടെ നമുക്ക് അത്രയും റേറ്റ് വരില്ല. എങ്കിലും നമുക്ക് അവർ ഒരു മീഡിയം ലെവൽ പറഞ്ഞാൽ നമുക്കത് ബാർഗെയിൻ ചെയ്ത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. പിന്നെ അധികം കുറയ്ക്കാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അവരത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. നമുക്കത് ഓരോ വർക്ക് കാണുമ്പോഴും നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. ഇതാണ് കേട്ടോ ഇയാൾ മെയിൻ വർക്ക് ചെയ്യുന്ന ഡിസൈനൊക്കെ ചെയ്യുന്ന ആൾ ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് അവരെടുത്ത വിഗ്രഹമാണ് കണ്ടോ. അതിൻ്റെ ഫിനിഷിങ് വർക്ക് കണ്ടോ. ഇവർക്ക് ഇവിടുത്തെ വിഗ്രഹം വന്നിട്ട് ഫുള്ളായിട്ട് ഈ മിനുക്ക് ഡെക്കറേഷൻസ് കാണുമ്പം തന്നെ ഇങ്ങനെ തിളങ്ങിയിട്ടിരിക്കണം. അതാണ് അവരുടെ ഇത് കണ്ടോ. ദേവിയുടെ മുഖമൊക്കെ ഇത് കംപ്ലീറ്റ് ആയില്ല കേട്ടോ. ഇത് അവർ ചെയ്തിട്ടിരിക്കുന്ന കണ്ണിനകത്തുള്ള ആ നമ്മളെ ഇതൊന്ന് ഞരമ്പ് വരെ ആ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് എന്തോ ഇതിൽ വരച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ദുർഗാപൂജയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഇനി ഓരോ ക്ഷേത്രങ്ങളിലായിട്ട് വന്ന് എടുത്തിട്ട് അവർ പോവും. പിന്നെ നമ്മുടെ ഈ റോഡ് സൈഡിൽ തന്നെ നമുക്കവിടെ ഓണം പോലെയാണ് ഇവിടെ ദുർഗാപൂജ വന്നിട്ട് ഓരോരുത്തായിട്ട് സ്റ്റേജൊക്കെ അവർ ഡെക്കറേഷൻ ചെയ്ത് അങ്ങനെ അലങ്കാരപ്പണിയും അവിടെ ഓരോ മത്സരങ്ങളും ഗാനമേളയും. നമുക്ക് അവിടെ നാട്ടിൽ ഓണം എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ. എനിക്ക് ശ്വാസം നന്നായിട്ട് മുട്ടുന്നു കേട്ടോ. ശരി, പിന്നെ ടാറ്റാ.